ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് USSലെ സോഷ്യൽ സയൻസിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു ചാപ്റ്റർ ബേസ്ഡ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹു എസ്റ്റാബ്ലിഷ്ഡ് മുഗൾ റൂൾ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ആരായിരുന്നു? യെസ്, ആൻസർ എന്താണ്? നമുക്കറിയാം, അത് ബാബർ ആണ് അല്ലേ. ആൻസർ എന്താണ്? ബാബർ ആണ്. ബിക്കോസ് എന്താണ്? യെസ്, സുൽത്താനേറ്റ് പീരീഡിലെ അവസാന ഭരണാധികാരി ആരായിരുന്നു? ഇബ്രാഹിം ലോധി ആയിരുന്നു അല്ലെ. ഇബ്രാഹിം ലോധിയും നമ്മുടെ ബാബറും കൂടി പാനിപ്പത്തിൽ വെച്ചൊരു യുദ്ധം നടന്നു. അങ്ങനെ ആ യുദ്ധത്തിൽ ബാബർ ജയിച്ചു അല്ലെ. അപ്പൊ മുഗൾ ഭരണം എത്തിയത് എപ്പോഴായിരുന്നു? യെസ്, ബാബറിലൂടെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് ഇയർ ഡിഡ് ബാബർ എസ്റ്റാബ്ലിഷ് മുഗൾ റൂൾ ഇൻ ഇന്ത്യ? ഇന്ത്യയില് ബാബർ എപ്പോഴാ, ആ ഒരു വർഷം ഏത് കാലഘട്ടമായിരുന്നു അത്? ഏത് കാലഘട്ടമായിരുന്നു? 1526 ആൻസർ എന്താണ്? 1526 എന്ത് മുഗൾ ഭരണം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ: കൃഷ്ണദേവരായ ഏത് രാജവംശത്തിൽപ്പെട്ട ആളായിരുന്നു? ഏത് ടു വിച്ച് ഡൈനാസ്റ്റി ഡിഡ് കൃഷ്ണദേവരായ ബിലോങ്? ഏത് ഡൈനാസ്റ്റിയിലായിരുന്നു കൃഷ്ണദേവരായ? നമുക്കറിയാം, തുളുവ രാജവംശത്തിലായിരുന്നു കൃഷ്ണദേവരായ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മുഗൾ സൈനിക സംവിധാനത്തെ എന്ത് പേരിൽ അറിയപ്പെട്ടത്? നമുക്കറിയാം, നമ്മുടെ മുഗൾ രാജവംശത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു അക്ബർ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ കിങ്ഡം എക്സ്പാൻഡ് ചെയ്യാൻ, അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വലുതാക്കാൻ വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹം ഫോം ചെയ്ത ഒരു സൈനിക സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിന്റെ പേരെന്താണെന്നാണ് ചോദ്യം ചോദിച്ചത് അല്ലെ. വാട്ട് വാസ് മുഗൾ മിലിറ്ററി സിസ്റ്റം കോൾഡ് എന്ന് ചോദിച്ചാൽ അത് മൻസബ്ധാരി സിസ്റ്റം എന്ന് നമുക്ക് പറയാം അല്ലെ. മൻസബ്ധാരി സിസ്റ്റമാണ് ആൻസർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ: അക്ബർനാമ, ഐനി അക്ബറി, ഇതൊക്കെ എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? ആരാണ്? യെസ്, നമുക്കറിയാം, അബുൽ ഫസൽ ആണ് അല്ലെ. ആൻസർ എന്താണ്? അബുൽ ഫസൽ ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്: അമുക്തമാല്യത എന്ന കൃതി രചിച്ചത് ആരാണ്? വിജയനഗര സാമ്രാജ്യത്തിലെ പവർഫുൾ റൂളർ ആയിരുന്ന കൃഷ്ണദേവരായരാണ് അമുക്തമാല്യത എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് സി, കൃഷ്ണദേവരായരാണ്. ആൻസർ എന്താണ്? കൃഷ്ണദേവരായരാണ് എന്ത് അമുക്തമാല്യത എന്ന് പറയുന്ന കൃതി രചിച്ചത് കൃഷ്ണദേവരായരാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുന്ന ഹംപി ഏത് സംസ്ഥാനത്തിലാണെന്ന് പറയാൻ പറ്റുമോ? ഹംപി ഏത് സംസ്ഥാനത്തിലാണ്? ഏതാണ് സംസ്ഥാനം? യെസ്, നമുക്കറിയാം, കർണാടകയിലാണ് അല്ലെ. കർണാടകയിലാണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ കറൻസിയിൽ 500 രൂപ നോട്ടിൽ കാണുന്ന ആ ഒരു ചിത്രം ഏതാണ്? നമുക്കറിയാം, റെഡ് ഫോർട്ട് ആണ് അല്ലെ. ആൻസർ ചെങ്കോട്ട അല്ലെങ്കിൽ റെഡ് ഫോർട്ട് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: ആരുടെ ഭരണകാലത്താണ് അമരനായക സമ്പ്രദായം നിലവിൽ വന്നത്? നമുക്ക് അക്ബർ, മുകളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അക്ബറിന്റെ ആർമി ആയിരുന്നു എന്ത് മൻസബ്ദാരി. അതുപോലെ വിജയനഗര സാമ്രാജ്യത്തിന്റെ പവർഫുൾ റൂളറായിരുന്ന കൃഷ്ണദേവരായരുടെ കാലത്താണ് അമരനായക സമ്പ്രദായം വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? കൃഷ്ണദേവരായർ. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ USS സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.